ഹലോ, അടുത്ത പാർട്ട് നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലം, ആ സ്ഥലത്ത് മാഗ്നറ്റിന്റെ ഇഫക്റ്റ് ഫീൽ ചെയ്യണം, അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെയും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് we can define electric field as the space around a charge where its effect is felt. വളരെ സിമ്പിൾ ആയിട്ടുള്ള layman's definition ആണ് space around a charge where its effect is felt. ഇനി കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ we call it as electric field intensity. നമ്മൾ പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമെങ്കിലും ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് is defined as force experienced by a unit positive charge placed at that point. എന്ന് വെച്ചാൽ നമുക്ക് വിശദമായിട്ട് കാണാം. Consider, suppose ഈ ഒരു സ്പേസ് ഇതൊരു വെറുതെ ഒരു സ്പേസ് ആണ്. നമ്മളിവിടെ സപ്പോസ് we have a point P. Simply bare സ്പേസിൽ നമുക്ക് P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോയിന്റിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ +1 കുളൂംബാണ്. ഒരു +1 കുളൂംബ് ചാർജിനെ ഞാൻ ഈ പോയിന്റിൽ കൊണ്ടുവച്ചാൽ will that charge experience any force? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ആ ചാർജ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണേ? സപ്പോസ് ദിസ് ഇസ് എ വെരി ബെയർ സ്പേസ്, വേറെ ചാർജസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ +1 കുളൂംബ് ഓഫ് ചാർജ് ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് at P is equal to 0 എന്ന് പറയാം. പക്ഷെ സപ്പോസ് ഇമാജിൻ ഇവിടെ എവിടെയെങ്കിലും ഒരു +Q എന്ന് പറഞ്ഞിട്ടൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. അത് ഈ +1 കുളൂംബിനെ എന്ത് ചെയ്യും? അത് റിപ്പൽ ചെയ്യും, അല്ലെ? സോ ഡ്യൂ ടു +Q, +1 കുളൂംബ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇനി ഇവിടെ സപ്പോസ് there is another charge called -Q2. ആദ്യത്തേനെ +Q1 എന്ന് വിളിക്കാം, രണ്ടാമത്തേനെ -Q2 എന്ന് വിളിക്കുകയാണെങ്കിൽ -Q2 ഈ +1 കുളൂംബിനെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അത് കാരണം +1 കുളൂംബിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് P എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്താൽ അതിന്റെ ചുറ്റുപരിസരത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രിക് ചാർജുകൾ ഉണ്ടെങ്കിൽ അവര് കാരണം Pയിൽ വെക്കുന്ന +1 കുളൂംബ് ഓഫ് ചാർജ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ? Now, +1 coulomb is normally a large unit of charge. ഇപ്പോൾ സാധാരണ ഇതിന്റെ പരിസരത്തുള്ള ചാർജുകൾ ചിലപ്പോൾ ഫ്യൂ മില്ലി കുളൂംസോ മൈക്രോ കുളൂംസോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ +1 കുളൂംബ് ചാർജിനെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് മൈറ്റ് നോട്ട് ബി വെരി പ്രാക്ടിക്കൽ. ബിക്കോസ് സപ്പോസ് ഈ +Q, ഈ കേസിൽ +Q1 എന്നുള്ളത് ഒരു 10 മൈക്രോ കുളൂംബാണെന്ന് വിചാരിക്കും. -Q2 എന്ന് പറയുന്നത് ഒരു -20 മില്ലി കുളൂംബാണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ കൊണ്ടുവെക്കുന്നത് അറിയാ? +1 കുളൂംബിനെ. P എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അത് അവിടെ ഫീൽഡ് ഉണ്ടാവാനുള്ള കാരണം ആരായിരിക്കും? ഇവിടെയുള്ള ഈ Q1 ചാർജും -Q2 ചാർജും ഒക്കെയാണ് Pയിലുള്ള ഫീൽഡിനെ ഉണ്ടാക്കുന്നത്, റൈറ്റ്? നോ, Pയിലെ ഫീൽഡ് ഉണ്ടോന്ന് അറിയാൻ നമ്മൾ ആരെയാ കൊണ്ടുവരുന്നേ? +1 കുളൂംബ് ഓഫ് ചാർജിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ +1 കുളൂംബ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും ഇറ്റ് ഇസ് എ വെരി ലാർജ് ചാർജ്. അത് ഇവരെയും റിപ്പൽ ചെയ്യൂലോ. ഈ 10 മൈക്രോ കുളൂംബിനെയും 20 മില്ലി കുളൂംബിനെ അട്രാക്ട് ചെയ്യും, 10 മൈക്രോ കുളൂംബിനെ റിപ്പൽ ചെയ്യും, അല്ലെ? മൊത്തത്തിൽ എന്തുണ്ടാവും? ദ എൻറ്റയർ സിസ്റ്റം വിൽ ബി ചേഞ്ച്ഡ്. Pയില് ഫീൽഡ് ഉണ്ടാക്കിയിരുന്ന ചാർജുകളായ Q1ഉം Q2ഉം ഒക്കെ ഇപ്പൊ അവനാന്റെ സ്ഥലത്ത് നിന്ന് തെറിച്ചു ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് +1 കുളൂംബ്. എന്ന് വെച്ചാൽ തിയറിറ്റിക്കലി പറയുമ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ന് ഡിഫൈൻ ചെയ്യാം.
പക്ഷെ പ്രാക്ടിക്കലി ഒരു പോയിന്റിൽ ഫീൽഡ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ +1 കുളൂംബ് ചാർജിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുവരില്ല. ഇൻസ്റ്റെഡ് we bring a very small positive charge called test charge. Plus small q എന്ന് കാണിക്കാം, അല്ലെങ്കിൽ വെറും small q എന്ന് കാണിക്കാം. It is called as a test charge. It will be very, 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 very small. അങ്ങനെയാണെങ്കിൽ suppose q charge experiences a force F, then 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്, 1 charge will experience a force of F by Q. അപ്പൊ Q ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F ആണെങ്കിൽ 1 ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വിൽ ബി F by Q. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ബൈ ഡെഫിനേഷൻ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 coulomb ഓഫ് ചാർജ്. അത് തന്നെയാണ് ഡെഫിനേഷൻ. പക്ഷെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് 1 coulomb there, we bring a very small test charge. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F ആണെങ്കിൽ യൂണിറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വിൽ ബി F by Q. അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. which is written mathematically as limit Q tends to 0 F by Q. Q tends to 0 എന്ന് പറഞ്ഞാൽ Qനെ എത്രയും ചെറുതാക്കാൻ പറ്റും അത്ര ചെറുതാണ് Q. So limit Q tends to 0 F by Q. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. അതിന്റെ ഡെഫിനേഷൻ. റൈറ്റ്? ഇനി നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണേ? ബിക്കോസ് ദർ ഇസ് സം അതർ ചാർജ് ഇൻ ദ വിസിനിറ്റി. അതുകൊണ്ടാണ് ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവണേന്ന് പറഞ്ഞു. നൗ ലെറ്റ് us see ഒരു പോയിന്റ് ചാർജ് നമ്മൾ നേരത്തെ +Q1 +Q2 എന്നൊക്കെ കണ്ടല്ലോ. അതുപോലെ ഒരു പോയിന്റ് ചാർജ്, ആ പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമുക്ക് കാണാം. ഇപ്പോ സപ്പോസ് ക്യാപിറ്റൽ Q ഇസ് എ പോയിന്റ് ചാർജ്. അവിടെ നിന്ന് r ദൂരത്തില് വി ഹാവ് എ പോയിന്റ് P. P ഒരു പോയിന്റ് ആണ്, Q ഒരു ചാർജ് ആണ് കേട്ടോ. നൗ നമുക്ക് എന്തറിയണം? സപ്പോസ് +Q ആണെന്ന് വിചാരിക്കൂ ചാർജ്. +Q കാരണം പിയിൽ ഉണ്ടാവുന്ന ഫീൽഡ് എന്താണെന്ന് അറിയണം. ബൈ ഡെഫിനിഷൻ വാട്ട് ഷുഡ് വി ഡു? പിയിൽ ഒരു +1 coulomb ഓഫ് ചാർജിനെ കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? F is equal to 1/4πε0 Q1 Q2 by r², കൂലോംസ് ലോ. ഇവിടെ Q1 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ Q ആണ്, Q2 എന്ന് പറയുന്നത് 1 ആണ്, and the distance is r. So the force experienced by unit positive charge kept at P due to the point charge +Q is given by 1/4πε0 Q into 1/r², which is by definition the electric field. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ becomes E is equal to Q by 4πε0 r². It is the electric field due to +Q. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ഇസ് ന്യൂട്ടൺ. ന്യൂട്ടൺ പെർ കുളൂംബ്, F by Q എന്നല്ലേ. So the unit of electric field is equal to Newton per coulomb. ഇത്രയാണ് ഫീൽഡിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ. Now ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഗ്രാഫിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഫീൽഡ് ലൈൻസ് ആർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് മാത്രമല്ല, എങ്ങനെയാ അവരെ വരയ്ക്കുന്നത്? വി ആക്ച്വലി പ്ലോട്ട് ഹൗ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വുഡ് മൂവ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അപ്പൊ ഫീൽഡ് ലൈൻസ് റെപ്രസെന്റ് the actual path of a unit positive charge placed at a point. For example, ഇപ്പൊ ഇവിടെ ഒരു +Q എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ഇറ്റ് വിൽ ബി റിപ്പൽഡ് ബൈ +Q. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ഇവിടെയാണ് വരയ്ക്കണേ വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ വരും. ഇങ്ങനെ 3 dimensionsലും യു ക്യാൻ ഹാവ്
ഫീൽഡ് ലൈൻസ്. ഓക്കെ, നമുക്ക് ചില എക്സാമ്പിൾസ് കാണാം. നോക്കൂ, ഈ എല്ലാ എക്സാമ്പിളും പഠിക്കേണ്ടതാണ്. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ആണ് നടുവിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഫീൽഡ് ലൈൻസ് പ്ലസ് ക്യൂവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കാണിക്കാം. നെഗറ്റീവ് ചാർജിന്റെ കാര്യം എങ്ങനെയാ വരിക നോക്കൂ. നെഗറ്റീവ് ചാർജ് ഇപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്നത് ഒരു നെഗറ്റീവ് ക്യൂ ചാർജ് ആണ്. ഇവിടെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ വെച്ചാൽ ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് നെഗറ്റീവ് ക്യൂ. ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും, ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. കണ്ടില്ലേ? അപ്പൊ പ്ലസ് ചാർജിന്റെ ഫീൽഡ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കാണ് വരയ്ക്കേണ്ടത്. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻ വരയ്ക്കുമ്പോൾ നെഗറ്റീവിലേക്കാണ് വരയ്ക്കേണ്ടത്. സോ പോസിറ്റീവ് ചാർജിൽ നിന്ന് എപ്പോഴും ഔട്ട്വേർഡ് ആയിരിക്കണം ഫീൽഡ് ലൈൻസ്. നെഗറ്റീവ് ചാർജിന് എപ്പോഴും ഇൻവേർഡ് ആയിരിക്കണം ഫീൽഡ് ലൈൻസ്. അനദർ എക്സാമ്പിൾ ഹിയർ ഇസ്, ഇവിടെ ഒരു പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. അപ്പൊ അവിടെ വെക്ടർ അഡീഷൻ ഒക്കെ നടന്ന് ഇങ്ങനെയായിരിക്കും ഷേപ്പ്. രണ്ട് പോസിറ്റീവ് ചാർജ് ആണ് വെക്കണതെങ്കിൽ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് നാലാമത്തെ പിക്ചർ, രണ്ട് പോസിറ്റീവ് ചാർജ്. രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ സെയിം പിക്ചർ ആയിരിക്കും. ഈ ഫോർത്ത് പിക്ചറിൽ രണ്ട് പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്, അതേ ഷേപ്പ് ആയിരിക്കും. ദ ഓൺലി ഡിഫറൻസ് ഇസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ആരോസ്. ഇവിടെ രണ്ടും പ്ലസ് ചാർജ് ആയതുകൊണ്ട് ആരോസ് ഒക്കെ പുറത്തേക്ക് ഡയറക്റ്റഡ് ആണ്. രണ്ടും മൈനസ് ചാർജ് ആണെങ്കിൽ പോയിന്റ് ഓൾ ദി ആരോസ് ഇൻവേർഡ്. അത്രയേ ഉള്ളൂ, സെയിം പിക്ചർ ആയിരിക്കും. ഇത്രയാണ് ഫീൽഡ് ലൈൻസ്. ഇനി ഫീൽഡ് ലൈൻസിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചിട്ടുണ്ട് അല്ലെ, 10th മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരയ്ക്കും. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ നിന്നും ഡിഫറെന്റ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴും നമ്മൾ പറയും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരും, ആൻഡ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് കണ്ടിന്യൂസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ബ്രേക്ക് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലോസ്ഡ് ലൂപ്പ് പോലെയാണ് പോവുക. മാഗ്നറ്റിന്റെ നോർത്ത് നിന്ന് തുടങ്ങും, സൗത്തിൽ വന്ന് ഉള്ളിൽ കയറും, എന്നിട്ട് സൗത്ത് ടു നോർത്ത് കണ്ടിന്യൂസ്. ദി ആർ ക്ലോസ്ഡ് ലൂപ്പ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് ക്ലോസ്ഡ് ലൂപ്സ്. ദേ സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ആൻഡ് ദേ എൻഡ് അറ്റ് ദി നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. ദേ ആർ കണ്ടിന്യൂസ് ബട്ട് ദേ ആർ നോട്ട് ക്ലോസ്ഡ്. ഇനി രണ്ട് ഫീൽഡിൽ അപ്പൊ നമ്മൾ പറഞ്ഞു ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് എൻഡ് അറ്റ് നെഗറ്റീവ്. ദേ ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇനി പക്ഷെ ദേ ആർ കണ്ടിന്യൂസ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആവുന്നത്? ദേ റെപ്രസെന്റ് ദി ആക്ച്വൽ പാത്ത് ഓഫ് എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഡിസപ്പിയർ ആയി വേറൊരു സ്ഥലത്ത് റീഅപ്പിയർ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഇപ്പൊ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വോട്ട് യു മീൻ? ഇപ്പൊ ഇങ്ങനെ വന്ന് ഇങ്ങനെ ബ്രേക്ക് ആവാൻ പാടില്ല എന്നാണ് പറയണത്. ഇങ്ങനെ വരച്ചാൽ എന്താ അർത്ഥം? ഇവിടെ വെച്ചിട്ട് പോസിറ്റീവ് ചാർജിനെ കാണാനില്ല, ഇവിടെ അത് പെട്ടെന്ന് വീണ്ടും പ്രത്യക്ഷമായി എന്നർത്ഥം. ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ. പോസിറ്റീവ് ചാർജ് ഇസ് എ പാർട്ടിക്കിൾ. അപ്പൊ അത് അങ്ങനെ പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യാനും റീഅപ്പിയർ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പോസിറ്റീവ് ചാർജിന്റെ പാത്താണ് കാണിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് ഫീൽഡ് ലൈൻസ് ഡെഫിനറ്റ്ലി മസ്റ്റ് ബി കണ്ടിന്യൂസ്. ആൻഡ് അഗൈൻ ഫീൽഡ് ലൈൻസ് ഷുഡ് നെവർ ക്രോസ് ഈച്ച് അതർ. അതിന് കാരണം ഇപ്പൊ ഒരു ഫീൽഡ് ലൈൻ നമ്മളിപ്പോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പി എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ we draw a tangent to this curve at that point. ആ ടാൻജന്റ് ആണ് ആ പോയിന്റിലുള്ള ഫീൽഡ് ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി because it is forced by charge. ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഓൾസോ വെക്ടർ. അപ്പൊ ഇവിടെ ഒരു ഫീൽഡ് ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഫീൽഡ് ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെയുള്ള ഒരു ടാൻജന്റ് ആണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഡയറക്ഷൻ ഒരു ഡയറക്ഷനിലല്ലേ പോകാൻ പറ്റില്ല. അപ്പൊ ആ ഡയറക്ഷൻ റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വിൽ മൂവ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ശരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ഫീൽഡ് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്താൽ എന്തുണ്ടാവും? പി എന്ന് പറഞ്ഞാൽ ക്രോസിംഗ് പോയിന്റിൽ ഇറ്റ് വിൽ ഹാവ് ടു ടാൻജൻസ് അല്ലെ. എന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ്ലി രണ്ട് ഡയറക്ഷനിലേക്ക് പോവും എന്നർത്ഥമാവും, വിച്ച് ഇസ് നോട്ട് അലൗഡ്. ഒരു പോസിറ്റീവ് ചാർജിന് അറ്റ് എ ഗിവൺ ടൈം ഒരു ഡയറക്ഷനിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഫീൽഡ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് എ ഗിവൺ ടൈം സൈമൾട്ടേനിയസ്ലി രണ്ട് ഡയറക്ഷനിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് പോകണമെന്ന് ആവും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ഒരു ക്രോസിംഗ് ഓഫ് ഫീൽഡ് ലൈൻസ് വരില്ല. നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് രണ്ട് ഫീൽഡ് ലൈൻ അങ്ങനെ ഇന്റർസെക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അവിടെ വെക്ടർ അഡീഷൻ നടന്നിട്ട് മൊത്തത്തിൽ ഒരു ടോട്ടൽ പിക്ചർ ആണ് കിട്ടുക.
the net total field എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഫീൽഡ് ലൈൻ വരിക. ബട്ട് ടു ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വൈ ദേ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ, വൈ ദേ ആർ കണ്ടിന്യൂസ് എന്നൊക്കെ ചോദിക്കും. മാത്രമല്ല they will also ask you sometimes list the properties of field lines എന്നും ചോദിക്കാറുണ്ട്. So you need to learn. Okay, ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും ഫീൽഡ് ലൈൻസിനെ കുറിച്ചും പഠിക്കാനുള്ളത്. Now we come to the last part of this section. Electric flux. ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. ഫീൽഡ് പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ തൽക്കാലം ഇതിന്റെ ഡെഫിനിഷൻ മാത്രം പഠിക്കാം. At the end of the chapter, ഫ്ലക്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒന്ന് നമുക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൻ സർഫസ് ഏരിയ. എന്ന് വെച്ചാൽ ലെറ്റ് us see. ഇപ്പോ ഇതിപ്പോ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ചാർജസ് ഇതിന്റെ അടിയിലുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോവാം. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ ഗിവൻ ഏരിയ ഇസ് കോൾഡ് ദി ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി കൃത്യമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂമറിക്കലി ഹൗ ഡു യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ DS എന്ന് പറയുന്നത് ഇവിടെ സർഫസ് ഏരിയനെ സൂചിപ്പിക്കുന്നു. സോ ഇ ഡോട്ട് DS. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റിനെ വേറൊരു പേര് സ്കാലർ പ്രോഡക്റ്റ് എന്നാണ്. കാരണം പ്രോഡക്റ്റ് ഇസ് എ സ്കാലർ. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ബൈ ഫൈ. ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് DS. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇ DS കോസ് തീറ്റ. നമ്മളത് പഠിക്കുന്നുണ്ട് 11th ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. സോ ദിസ് വിൽ ബി ഇ DS കോസ് തീറ്റ. ഇപ്പൊ സപ്പോസ് ഒരു ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ആൻഡ് ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെയാണ് കടന്നു പോണേന്ന് വിചാരിക്കൂ. യു റിസോൾവ് ഇറ്റ് ഇൻ ടു ടു കമ്പോണൻസ് അലോങ് ദ സർഫസും പെർപെൻഡിക്കുലർ ടു ദ സർഫസുമായിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാം. ആ റിസോൾവ് ചെയ്തിട്ട് ആ പെർപെൻഡിക്കുലർ കമ്പോണന്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് അതിന്റെ തിയറി പാർട്ടാണ്. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഡു ഇറ്റ് ആസ് ഇ DS cos theta. There is one more thing which you need to be very very careful here. നോക്കൂ, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇസ് എ വെക്ടർ നമുക്കറിയാം. DS എന്ന് പറഞ്ഞ സർഫസ് ഏരിയ ആണ്. ഏരിയ ഒരു വെക്ടർ എങ്ങനെയാവണേ അല്ലെ? ഏരിയ നോർമലി ഒരു ലുക്സ് ലൈക്ക് എ സ്കാലർ അല്ലെ? ശരിക്കും ഏരിയ ഒരു സ്കാലർ ആണ്. പക്ഷെ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഏരിയനെ നമുക്കൊരു വെക്ടർ ആയിട്ട് കണക്കാക്കേണ്ടി വരും. സോ വി ഡിഫൈൻ ഏരിയ വെക്ടർ ആസ് എ വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഗിവൺ ഏരിയ. നമുക്കൊരു സർഫസ് തന്നിട്ടുണ്ടെങ്കിൽ ആ സർഫസിന്റെ ഏരിയ എത്രയാണോ അതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു ഡയറക്ഷൻ ആണല്ലോ ഇനി വേണ്ടത്. Direction will be perpendicular to the surface. Direction of the area will be perpendicular to the given surface. You have to be very careful with this. Surface na perpendicular aana given area. Surface na perpendicular aana area vector. And in case of a closed surface, the area vector should be directed outwards. So it is a vector which is perpendicular to the given area and directed outwards. ഇപ്പൊ നേരത്തെ പറഞ്ഞ കേസിൽ ഇതൊരു ഗിവൻ സർഫസ് ആണെങ്കിൽ, ഇപ്പൊ ഇതൊരു സർഫസ് ആണെങ്കിൽ യു ഹാവ് ദി ഏരിയ വെക്ടർ ലൈക്ക് ദിസ്. ഇതിനെ നമുക്ക് DS എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് സപ്പോസ് ഇറ്റ് ഇസ് മേക്ക് ലൈക്ക് ദിസ്, ഇറ്റ് ഇസ് നോട്ട് പെർപെൻഡിക്കുലർ അല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കണേന്ന് വിചാരിക്കൂ. ഈ ആംഗിൾ ആണ് തീറ്റ. ഇഫ് ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് then this angle is theta. അല്ലാണ്ട് ഈ ആംഗിൾ അല്ല. ഇലക്ട്രിക് ഫീൽഡും സർഫസും തമ്മിലുള്ള ആംഗിൾ അല്ല തീറ്റ. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഇൻ അതർ വേർഡ്സ് theta is the angle between electric field and the area vector. ആ തീറ്റയുടെ കൊസൈൻ എടുത്തിട്ടാണ് cos theta കാണുന്നത്. സോ ഈ DS cos theta എന്ന് പറയുമ്പോൾ be very very careful. Cos theta means theta is the angle between electric field and the area vector and not the area itself. Hope that is clear. Flux in the unit electric field Newton per coulomb ആണ്. Surface area പറഞ്ഞ meter square ആണ്.
So the unit of electric flux is given by Newton meter square per coulomb. അത്രേ ഉള്ളൂ theory portion ഈ ഭാഗത്ത്. Yes. Before we move on to the next section, അടുത്ത section electric dipoles ആണ്, which we'll be doing in a different video. Questions ഒന്ന് note down ചെയ്തോളൂ. Examples 1.8 and 1.9. Text back questions 1.7, 1.8 and 1.50. ഈ 5 questions ആണ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. Try doing that. We'll probably discuss it in another video, or you can try it by yourself. Yes. So thank you so much. Hope you understood. Bye.